ഇതിന് വാറണ്ടി ഉണ്ടോ എന്ന് പല ആൾക്കാരും ചോദിക്കുന്നു. വണ്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും എൻ്റെ കൂടെ കൂടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഹലോ, വെൽക്കം ബാക്ക് ടു ക്രിഷ് മജാൻസ് വ്ളോഗ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ബജാജ് പൾസർ NSൻ്റെ ഒരു അടിപൊളി ഡിസ്ക്രിപ്റ്റീവ് വീഡിയോ ആണ്. ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ഉണ്ട്, റൈഡ് റിവ്യൂ ഉണ്ട്, എല്ലാ വീഡിയോസും വരുന്നുണ്ട്. ബജാജ് പൾസർ 200 NS വിച്ച് ഈസ് ഫീച്ചർ പാക്ഡ് ഒരു സ്ട്രീറ്റ് ഫൈറ്റർ വണ്ടിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റ് ഒരു റോബോട്ടിക് ടൈപ്പ് ഹെഡ്ലൈറ്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വണ്ടിക്ക് LED വിത്ത് DRL ആണ് വരുന്നത്. വൈസേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ചെറുതായിട്ടുള്ള വൈസേഴ്സ് ആണ് വരുന്നത്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സ്ട്രിപ്ഡ് LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതിന് വരുന്നത്. ഹാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പ്ലിറ്റ് ഹാൻഡിലായിട്ടാണ് ഈ വണ്ടിയുടെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ സസ്പെൻഷൻ തന്നെയാണ് ഏറ്റവും അടിപൊളി. അപ്സൈഡ് ഡൗൺ USD ഫോർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 300 mm ഒരു അടിപൊളി ഡിസ്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ സാപ്പർ ടയേഴ്സ് ആണ് ഈ വണ്ടിയുടെ ടയേഴ്സ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, നല്ല കാർബൺ ഫൈബർ വരുന്ന ഒരു അടിപൊളി സെറ്റപ്പാണ് ഇതിനിവിടെ കൊടുത്തിരിക്കുന്നത്. അടിപൊളി ഡിജിറ്റൽ മീറ്ററാണ് ഈ വണ്ടിയുടെ വരുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. സെൻട്രൽ പോർഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു 12 ലിറ്ററിൻ്റെ ഒരു ടാങ്ക്, അതുപോലെ തന്നെ പൾസറിൻ്റെ ഒരു ബാഡ്ജിങ്ങും ഇവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഹാൻഡിൽ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. ഹാൻഡിലിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്രിപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഒരു പാസിംഗ് ലൈറ്റാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ M സ്വിച്ച്, നമ്മുടെ ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള M സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ഗ്രിപ്പിംഗ് ഉള്ള നല്ലൊരു സ്വിച്ചസ് ആണ് ഇതിന് വരുന്നത്. നല്ലൊരു ഹോൺ, നല്ല ക്വാളിറ്റി ഹോൺ തന്നെ വരുന്നുണ്ട്. ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എൻജിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട്, ഓൺ ഓഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് ഓൺ ഓഫ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഇഗ്നീഷനും വരുന്നുണ്ട്. ഇപ്പം ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ബേസിക്കായിട്ട് നമ്മുടെ എല്ലാ വണ്ടിയിലും കാണുന്ന പോലെ തന്നെയാണ്. അതുപോലെ തന്നെ മിറേഴ്സ് ആയിക്കോട്ടെ, നല്ല ക്വാളിറ്റി മിറേഴ്സാണ്. നല്ലൊരു ബാക്ക് വിഷനൊക്കെ നല്ല രീതിയിൽ തരുന്നത്. നമുക്ക് നമ്മുടെ റൈഡ് റിവ്യൂവിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതാണ്. ബജാജ് പൾസർ NS 200 രണ്ട് മോഡലിലാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് സെമി ഡിജിറ്റലും അതുപോലെ തന്നെ മറ്റ് മോഡൽ എന്ന് പറയുന്നത് ഫുള്ളി ഡിജിറ്റലുമാണ്. ഈ സെമി ഡിജിറ്റലിന് നമ്മുടെ ഹാലജൻ ബൾബാണ് വരുന്നത്. അത് നല്ല വെട്ടമുള്ള വാട്ടേജ് കൂടിയ ബൾബാണ് നമ്മുടെ സെമി ഡിജിറ്റൽ വണ്ടിക്ക് വരുന്നത്. അതിന് അല്പം ഒരു 9,000 രൂപയോളം വണ്ടിക്ക് കുറവാണ്. അതുപോലെ തന്നെ ഫുള്ളി ഡിജിറ്റൽ വരുമ്പോൾ വണ്ടിക്ക് ഒരു 9,000 രൂപയുടെ പ്ലസ് വന്നിട്ട് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ബ്ലാക്കിലും ഒന്ന് റെഡിലുമാണ് ഉള്ളത്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടിയെക്കുറിച്ചുള്ള ഫുൾ ഇൻഫർമേഷനും അതുപോലെ തന്നെ വണ്ടി ബുക്ക് ചെയ്യാനും ലോൺ ഫെസിലിറ്റിയും എല്ലാം അതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. സെൻറ്റർ പോർഷനിൽ വരുന്നത് ഒരു കാർബൺ പ്ലേറ്റിംഗ് ആണ് വരുന്നത്. വണ്ടിയുടെ ഒരു ശരിക്കും ഒരു അട്രാക്റ്റീവ് പോയിന്റ് ആണ്. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് DTSI എഞ്ചിൻ, ട്രിപ്പിൾ സ്പാർക്ക് എഞ്ചിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ എഞ്ചിനാണ് അതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് 199 cc എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ പവർ വരുമ്പം 24.5 PS പവറാണ് ഈ വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ടോർക്ക് വരുന്നത് 18.7 Nm ടോർക്കാണ് വണ്ടിക്ക് വരുന്നത്. വണ്ടിയുടെ എക്സോസ്റ്റ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്കൊരു വെറൈറ്റി ആയിട്ടാണ് വണ്ടിയുടെ എക്സോസ്റ്റ് തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിലും ഇതുപോലെ തന്നെ കാർബൺ ഫൈബറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡിസ്ക് ബ്രേക്കാണ് വണ്ടിക്കുള്ളത്. ബ്രേക്കിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ റൈഡ് റിവ്യൂവിൽ പറയുന്നുണ്ട്. സാപ്പർ ടയേഴ്സാണ് ബാക്കിലും ഉള്ളത്. ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അടുത്ത് പറയേണ്ടത് നമ്മുടെ ഫുഡ് പാക്സിൻ്റെ ഡിസൈനാണ്. ഇതെന്ന് പറയുന്നത് ഫുഡ് പാക്സ്, നമുക്ക് ഇത് ഫ്രണ്ട് പോർഷൻ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഫുഡ് പാക്സും അതുപോലെ തന്നെ നമുക്ക് ബാക്ക് ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഫുഡ് പാക്സും വരുന്നുണ്ട്. സ്പെഷ്യൽ നല്ല ക്വാളിറ്റി ഗിയർ, ഒരു അസിസ്റ്റഡ് ക്ലച്ചോട് കൂടിയാണ് വരുന്നത്. സെൻട്രൽ ഷോക്ക് വരുന്നത് ഗ്യാസ് അസിസ്റ്റഡ് മോണോ ഷോക്കാണ് വരുന്നത്. പ്രീലോഡഡ് അഡ്ജസ്റ്റബിൾ ഒരു സസ്പെൻഷൻ തന്നെയാണ് ഈ വണ്ടിയുടെ ഈ ഒരു ഇതിൽ വരുന്നത്. പിന്നെ വണ്ടിയുടെ സീറ്റിങ്ങിനെ കുറിച്ചാണ് എടുത്തു പറയേണ്ടത്. നമുക്ക് അത്യാവശ്യം റൈഡറിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു സീറ്റിംഗ് ആണ് വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ ലേഡീസിനും അത്യാവശ്യം നല്ല രീതിയിൽ ഇരിക്കാനുള്ള ഒരു പില്യൻ സീറ്റും കൂടെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസും ഇത് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളതെന്നുള്ളതാണ് ഏറ്റവും നല്ല. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത് 804 mm സീറ്റ് ഹൈറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ഞാനിത് ഇരുന്ന് വരെ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് എങ്ങനെയുണ്ട്, ഞാൻ എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 173 cm ആണ്. ഞാൻ എങ്ങനെയാണ്, എൻ്റെ ഫ്ലാറ്റ് ഫുട്ടാണോ, എൻ്റെ ലെഗിൻ്റെ നിങ്ങൾക്ക് കാണാം, എൻ്റെ ഫുള്ളി എൻ്റെ കാൽ എത്തിയിട്ടില്ല. അപ്പോൾ എന്നാലും ഒരു ടിപ്പ് ടോൺ ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഫുള്ളി ഫ്ലാറ്റ് ഫുട്ടായിട്ട് ഇരിക്കുന്നില്ല. അതുപോലെ തന്നെ വണ്ടിയുടെ എക്സോസ്റ്റ് സൗണ്ടാണ് നമുക്കിനി അറിയേണ്ടത്. ബാക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ ബ്ലേഡ് ഡിസൈൻ, ഷാർപ്പ് ബ്ലേഡ് പിയേഴ്സിങ് ഡിസൈനാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഒരു ഡ്യുവൽ LED സ്ട്രിപ്പാണ് ബാക്കിൽ വരുന്നത്. അതുപോലെ തന്നെ
ടേൺ ലൈറ്റ്സ് ഒക്കെ നമുക്ക് നല്ലൊരു അടിപൊളി മൈന്യൂട്ടായിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. അതും സ്റ്റൈലിഷ് ആയിട്ടുള്ള റിഫ്ലക്ടറും കാര്യങ്ങളും ഒക്കെ അവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബജാജ് പൾസർ എല്ലാവർക്കും ഭയങ്കര ഹരം ഉണ്ടാക്കുന്ന ഒരു വണ്ടിയാണ്. ഒരിടയ്ക്ക് ഭയങ്കര കത്തി നിന്ന വണ്ടിയും കൂടെ. പക്ഷേ ഇപ്പം അത് വീണ്ടും ഇവർ ആ ഊർജ്ജത്തോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഏകദേശം ഒരു 12 വർഷത്തിന് ശേഷമാണ് ഇത്രയും മാസീവ് അപ്ഡേഷനായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരു കോസ്മെറ്റിക് ചേഞ്ച്, പുറത്തെ ചേഞ്ച് മാത്രം ഉണ്ടായിരുന്നു. അട്ടപടലം മാറ്റി ഒരു പുതിയ ഒരു സംഭവമാക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബജാജ് പൾസറിന് ഭയങ്കര ആരാധകരാണ് ഉള്ളത്. അപ്പോൾ ഈ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഇപ്പോൾ ഒരു ഫാൻ ബോയ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നമ്മുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിജിറ്റൽ മീറ്റർ വരുന്നത്. ഡിജിറ്റൽ മീറ്ററിന് ഒത്തിരിയധികം പ്രത്യേകതയുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ബ്ലൂടൂത്താണ്. ഇത് ഞെക്കി പിടിച്ചാൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ മീറ്ററിൽ സീറോ സെറ്റ് ചെയ്യാനും ഒക്കെ ഓഡോമീറ്ററും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഈ ഡിജിറ്റൽ മീറ്ററിൽ വരുന്നതാണ്. മെയിനായിട്ട് ഇതിനകത്തുള്ളത് ഒന്ന് ബ്ലൂടൂത്ത്, അതുപോലെ തന്നെ വണ്ടിയുടെ ടേൺ ബൈ ടേൺ നാവിഗേഷൻ, ഇതിൻ്റെ ആരോ മാത്രം കാണിച്ചുകൊണ്ടുള്ള നാവിഗേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഗിയർ പൊസിഷൻ കാണിക്കുന്നുണ്ട്. പമ്പ് വരെ പോകുന്നുള്ള ഡീറ്റെയിലും ആസ് യൂഷ്വൽ നമ്മൾ എല്ലാത്തിലും കാണുന്നുള്ള സംഭവങ്ങളാണ്. പിന്നെ ഓയിൽ സംഭവങ്ങൾ, ABS, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വണ്ടി സ്റ്റാൻഡിൽ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഇത് ഈ ഒരു എംബ്ലോ എല്ലാം ഇതിനകത്ത് വന്നേക്കുന്നത്. ബജാജ് പൾസർ 200 NS ഇതിന് വാറണ്ടി ഉണ്ടോ എന്ന് പല ആൾക്കാരും ചോദിക്കുന്നു. 5 വർഷം അല്ലെങ്കിൽ 75,000 കിലോമീറ്ററാണ് ഈ കമ്പനി നൽകുന്ന ഇതിൻ്റെ വാറണ്ടി. എക്സ് ഷോറൂം പ്രൈസ് വന്നിട്ട് 1,57,000 രൂപയാണ്. ഈ വണ്ടി ഇരുന്നപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി, വണ്ടിക്ക് ബെറ്റർ പവർ ടു വെയിറ്റ് റേഷ്യോ ആണ്. വണ്ടി ഞാൻ ഓടിച്ച് നോക്കുന്ന ഫുൾ കാര്യങ്ങൾ നമുക്ക് അറിയണം. ഈ വണ്ടിയുടെ ത്രോട്ടിൽ റെസ്പോൺസ് എങ്ങനെ ഉണ്ടെന്ന് അറിയണം. അതുപോലെ വണ്ടിയുടെ കോർണറിങ് എങ്ങനെ ഉണ്ടെന്ന് അറിയണം. ഇതെല്ലാം നമ്മൾ ഓടിച്ച് നോക്കിയിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ്. ക്ലച്ച്, ഗിയർ, ഇതിൻ്റെയൊക്കെ സ്മൂത്ത്നെസ് ഒക്കെ നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. നേരെ നമുക്കൊന്ന് വണ്ടി ഓടിച്ച് നോക്കാം. ബജാജ് പൾസർ 200 NS ഒന്നും പറയാനില്ല. ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടുമായിട്ടുണ്ട്. വണ്ടിയുടെ ഒരു സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിൽ ഗിയർ ഷിഫ്റ്റ് എന്നാൽ മാത്രമുള്ളൂ വണ്ടിയുടെ ത്രോട്ടിൽ റെസ്പോൺസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വണ്ടി സ്പീഡിൽ പോകാൻ ഇഷ്ടമുള്ളവർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയും കൂടെയാണ് നമ്മുടെ ബജാജ് പൾസർ 200 NS. വണ്ടിയുടെ ബ്രേക്കിങ്ങിനെ കുറിച്ച് എടുത്തു പറയണം. സ്പീഡിൽ പോടിയും ബ്രേക്കൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിടിച്ചെടുത്ത് വണ്ടി നിന്നു. അതുപോലെ തന്നെ വണ്ടിയുടെ സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി സസ്പെൻഷനാണ്. വണ്ടിയുടെ പില്യൻ സീറ്റും അതുപോലെ തന്നെ വണ്ടിയുടെ റൈഡർ സീറ്റും നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് അടിപൊളിയായിട്ട് ഒരു ടൂറിംഗ് പർപ്പസ്, സെമി ടൂറിംഗ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാവുന്ന വണ്ടിയാണ്. സ്ട്രീറ്റ് ഫൈറ്റർ വണ്ടിയും കൂടെയാണ്. വണ്ടിയുടെ ബ്രേക്കും ആൻഡ് ക്ലച്ച്, പിന്നെ അതുപോലെ തന്നെ ആക്സിലേറ്റർ എല്ലാം നല്ല സ്മൂത്താണ്. നല്ല ഗിയറൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. വണ്ടിക്ക് സ്പീഡിൽ പോകുന്ന സമയത്ത് ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് തോന്നും, എന്നാൽ പോലും അതൊന്നും കൂസാക്കാത്ത രീതിയാണ് നമ്മുടെ വണ്ടി പോകുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ മൈലേജിനെ കുറിച്ച് എടുത്ത് പറയണം. മൈലേജ് വരുന്നത് 35 kmpl ആണ് വരുന്നത്. വണ്ടി ഒന്നും പറയാനില്ല. അപ്പം നിങ്ങൾക്ക് പഴയ വണ്ടിയാണോ പുതിയ വണ്ടിയാണോ ഇഷ്ടപ്പെടുന്നത് കമൻറ്റ് ചെയ്യാം. ഞാൻ പോയി വന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ക്രിസ് മച്ചാൻസ് വ്ളോഗ്. ഈ ഒരു വീഡിയോ ആയിട്ട് ഇനിയും നമുക്ക് കാണാനുണ്ട്. അതുവരേക്കും ബൈ ബൈ.